JPL സ്വീറ്റ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒന്നാം ഭാഗത്തിൽ പഠിച്ചത്? അറ്റ് പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറികൾ ഇസ്, ആർ, ആം എന്നിവയാണ് എന്ന് പഠിച്ചു അല്ലെ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഇസ്, ആർ, ആം പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വെർബ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രധാനമായും ഒന്നാമത്തെ ഭാഗത്ത് പഠിച്ചത് ഏറ്റവും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ സംസാര ഭാഷയിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സിറ്റുവേഷനുകളാണ് പറഞ്ഞത്. ഇനിയും മറ്റു ചില സിറ്റുവേഷനുകളിൽ കൂടി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പെർമനന്റ് ആക്ഷനുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ടെമ്പററി ആക്ഷനുകളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക എന്നും പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പററി ആണെങ്കിലും കുറച്ചു കാലം നീളുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കൂ. ചില ആളുകൾ ഏറെ ജോലികൾ ചെയ്തിട്ടുണ്ടാവാം. കുറെ കാലം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യും, കുറെ കാലം ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക്, അതായത് പഠിപ്പിക്കും, ടീച്ചറാകും, കുറെ കാലം ബിസിനസ് നടത്തും. അങ്ങനെ ജോലികൾ മാറി മാറി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അത്തരം ആളുകൾ അവരുടെ ജോലിയെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയാ പറയുക? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറയുമ്പോൾ ഉപയോഗിക്കാവുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നോക്കൂ, ഒരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കുന്ന കുറച്ച് സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ അവർ എന്ത് ചെയ്യാണ്? പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്, അവർ ഭക്ഷണം കഴിക്കുകയാണ്, അവർ മറ്റു പലരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുകയാണ് എന്നല്ല അവിടെ മറുപടി പറയുക. എന്താണ്? ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണ്, ഞാനിപ്പോൾ ILT എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്, ഞാൻ PG ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ പറയുന്നിടത്തെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. She is studying for PG psychology. I am doing a business, or I am running a business. They are preparing for IELTS exam. Rina is studying German. My friend is writing his autobiography. നോക്കൂ, ഈ 5 വാക്യങ്ങളിലെയും സ്ട്രക്ചർ എന്താണ്? ഇസ്, ആർ, ആം പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ആണ്. എന്നാൽ ഇതിന്റെ കാലയളവ് നോക്കൂ. ചിലതിന് 2 വർഷം വേണ്ടി വരും, ചിലതിന് 3 വർഷം വേണ്ടി വരും, ചിലതിന് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാഷയൊക്കെ എത്ര കാലം കൊണ്ടാണ് പഠിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കൂ. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വസ്ത്രധാരണ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ ജീവിത രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ
ട്രെൻഡുകളെ പറയാൻ വേണ്ടിയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കൂ. These days, most people are using email instead of writing letters. These days, we are buying almost everything online. The price of gold is increasing. Children are using internet and phones. More and more people are becoming vegetarians. People are eating junk food instead of home cooked meals അല്ലെങ്കിൽ homely meals. ഈ വാക്യങ്ങളെല്ലാം സമൂഹത്തിൽ വരുന്ന കാലോചിതമായി വരുന്ന മാറ്റങ്ങളെ കാണിക്കുന്നവയാണ്. ഇവ പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മള് 3 തരം സിറ്റുവേഷനുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിലും നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷിലും സാധാരണയായി ഉപയോഗിക്കാറുള്ള 1-2 സിറ്റുവേഷനുകൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചല്ലോ പ്ലാൻഡ് ഫ്യൂച്ചർ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം എന്ന് അല്ലെ. അതേപോലെ തന്നെ പ്ലാൻഡ് ഫ്യൂച്ചർ പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. നാളെ ഞാൻ ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ് എന്ന് നമുക്ക് പറയാം. അതിന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. I am going to Delhi tomorrow. We are visiting Dubai next Monday. My friend is coming next morning. They are not traveling to Chennai next day. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് കാലത്തെക്കുറിച്ചാണ്? ഭാവി കാലത്തെക്കുറിച്ച്. പക്ഷേ സ്ട്രക്ചർ നോക്കൂ. ഇസ്, ആർ, ആം പ്ലസ് വെർബ് പ്ലസ് ing എന്ന പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചറാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഭാവി പറയാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം ഹാബിച്വൽ ആക്ഷനുകളൊക്കെ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക എന്ന് അല്ലെ. എന്നാൽ ഹാബിച്വലായ ചില നെഗറ്റീവ് റിമാർക്സ് ഉള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ചില വാക്യങ്ങൾ പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ കഴിയും. ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ നിഷേധാത്മകമായ പരാമർശങ്ങൾ പറയാൻ, ഹാബിച്വൽ ആക്ഷനുകൾ പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണങ്ങൾ നോക്കൂ. She is always complaining about her problems. He is always talking nonsense. The computer is always crashing. She is always biting her nails. ഇത് നോക്കൂ. ഈ വാക്യങ്ങളെല്ലാം ഇവിടെ ഇസാറാം പ്ലസ് വെർബ് പ്ലസ് ing എന്ന പ്രസന്റ് കണ്ടിന്യൂസ് സ്ട്രക്ചറിലാണ് പറയുന്നത്. ഇവയെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലും നമുക്ക് പറയാവുന്നതാണ്. കണ്ടിന്യൂസ് ടെൻസ് എന്തിലൊക്കെയാണ് യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞു. 1, അറ്റ് പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ. 2, ടെമ്പററി ആണെങ്കിലും കുറച്ച് ദൈർഘ്യമുള്ള കാലത്തെ കാര്യങ്ങൾ പറയാൻ. 3, സമൂഹത്തിലുണ്ടാവുന്ന ട്രെൻഡുകൾ പറയാൻ. 4 എന്താണ്?
ഫ്യൂച്ചർ പറയാൻ. അഞ്ചാമത്തേത് നെഗറ്റീവ് റിമാർക്സ് ഉള്ള ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതെല്ലാം സിറ്റുവേഷനുകളിലാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുക എന്ന് പഠിക്കണം. WH ക്വസ്റ്റ്യൻസ്, yes or no ക്വസ്റ്റ്യൻസ് ഇവ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നും പഠിക്കണം. ഇവ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ബൈ.